നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ആഹ്ലാദത്തിന്റെ കേളിക്കോട്ടുമായി വരുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അനുഭവങ്ങളുടെ ചലച്ചിത്രങ്ങളുമായി ഇതാ നമ്മുടെ കൂട്ടുകാർ റെഡി. കാണാം കാട്ടിലെ കൂട്ടുകാർ. Gold! Gold! We're gonna be rich! Yeah! Gold! Financial liquidity! Woohoo! If I catch you crooked kittens jumping anyone else's claim, I'll hold your carcasses to jail! അയ്യോ, ഈ കരണ്ടിന്റെ ഒരു കാര്യം. പാപ്പൻ ചുണ്ടിൽ കരണ്ട് മന്ത്രിയായപ്പോ തുടങ്ങിയതാ ഇത്. ആ, ഇനി കരണ്ട് വരുന്നത് വരെ പഠിക്കാം. ഒരുപാട് എഴുതാനുണ്ട്. കരണ്ട് വരുമ്പോഴേക്കും ഹോംവർക്ക് ചെയ്ത് തീർക്കാം. അതല്ലെങ്കിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോ അടി വേറെ കിട്ടും. We gotta find a way to steal that gold so nobody sees it. കറണ്ട് വന്നല്ലോ. ഇനി എന്തായാലും ബാക്കി പിന്നെ ചെയ്യാം. ഹോംവർക്കൊക്കെ അവിടെ ഇരിക്കട്ടെ. മോനെ പപ്പീസേ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് TV കാണരുതെന്ന്. ഈ മമ്മിയെ കൊണ്ട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കാൻ കഴിയില്ല എന്റെ പപ്പീസേ. അതിന് ഞാൻ പഠിക്കുന്നുണ്ടല്ലോ മമ്മി. എങ്ങനെ പഠിക്കുന്നുണ്ടെന്നാ നീ പറയുന്നേ? TV കണ്ടുകൊണ്ട് എനിക്ക് അങ്ങനെ പഠിക്കാൻ കഴിയും. TV കണ്ടുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ട് അതൊരു കഴിവാ. ദൈവമേ, എന്ത് ചെയ്യും ഇങ്ങനെ ആയാല്? ആഹാ, നീ ഇനി TV കാണണ്ട. അയ്യോ പപ്പീസേ, കരഞ്ഞിട്ട് കാര്യമില്ല. TV കാണാനൊരു സമയമുണ്ട്, അല്ലാതെ പഠിക്കുന്ന സമയത്തല്ല അത്. ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാ ഞാൻ. എനിക്ക് TV കണ്ട് പഠിക്കാനുള്ള കഴിവുണ്ടെന്ന് എത്ര പറഞ്ഞത്. അങ്ങനെ പഠിച്ചത് കൊണ്ട് കാര്യമില്ല, പഠിക്കുന്ന സമയത്ത് പഠിക്കണം. ഞാൻ പഠിക്കുന്നില്ല. ദേ, വാശി പിടിക്കണ്ട പപ്പീസേ. നോക്കിക്കോ, ഇന്ന് തന്നെ ഞാൻ കേബിൾ കണക്ഷൻ കട്ട് ചെയ്യും. തീർച്ചയാ. അത്രയ്ക്കായോ? ഈ മമ്മി മനസമാധാനത്തോടെ TV കാണാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ. TV കാണാതെ വീട്ടിലിരിക്കുന്ന കാര്യം ഓർക്കാനേ പറ്റുന്നില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. എങ്ങനെയെങ്കിലും കേബിൾ കണക്ഷൻ എടുപ്പിക്കണം. അതിനെന്താ ഇപ്പൊ ഒരു വഴി? നല്ല പോലെ പഠിച്ച ചിലപ്പോ അമ്മ കണക്ഷൻ റെഡിയാക്കി തരും. പക്ഷേ പഠിക്കലൊരു ഭയങ്കര ബോർ ഏർപ്പാടാ. ഒന്നും പറയണ്ട ഗംഭീറെ, എന്റെ എന്റർടൈൻമെന്റ് കട്ട പുകയായി പോയി. പപ്പീസ് വിഷമിക്കേണ്ട കാര്യം പറയേ. ഓ, എന്റെ അവസ്ഥ വെരി വെരി ബാഡ്. അത് വിടുപായി, പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളുണ്ടാ? എന്റെ പ്രശ്നം അങ്ങനെയൊന്നും പരിഹരിക്കപ്പെട്ടില്ല. കാര്യം പറയാണ്ട് പരിഹാരം കണ്ടെത്താൻ പറ്റൂ?
എനിക്ക് ടി വി കാണാൻ പറ്റുന്നില്ല കപിൽ. ഓ. എന്റെ വീട്ടിലെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്തു. അത്രയുള്ള കാര്യം ഇതിനാണ് അങ്ങനെ വിഷമിച്ചിരിക്കണേ. ഞാൻ എല്ലാ ദിവസവും സിനിമ കാണുന്നതാ. കേബിൾ കട്ട് ചെയ്തതിന് ശേഷം ഒറ്റ ദിവസം പോലും സിനിമ കണ്ടിട്ടില്ല. പപ്പീസിന് ഇപ്പൊ സിനിമ കാണണം, ഇത്രയല്ലേ ഉള്ളൂ. പപ്പീസ് വിഷമിക്കണ്ട, സിനിമ കാണാനുള്ള വഴി നമ്മളുണ്ടാക്കും. സിനിമ കാണാനോ? എന്ത് വഴി? അതിനൊക്കെയുള്ള വഴി നിന്റെ കൈവശുണ്ടെന്ന് ടെൻഷനാക്കണ്ട. ഈ ബാഗിൽ എന്താ? ഇതാണ് ലാപ്ടോപ്പ്. ലാപ്ടോപ്പോ? അതേന്ന് സിനിമ കാണാനുള്ള എളുപ്പ വിദ്യ. ഇത് ഗംഭീറിന്റെ ഇവിടുന്ന് കിട്ടി. അതിപ്പോ പപ്പീസ് അറിയണ്ടെന്ന്. അപ്പം തന്നാ പോരെ കുഴിയണ്ണ. ദേ നിനക്ക് സിനിമ കാണല് വേണ്ട. അതെ, സിനിമ കാണണം. ഞാൻ ഈ ലാപ്ടോപ്പ് പപ്പീസിന് തരാം. പപ്പീസ് അതിന്റെ വില തന്നാ മതിന്ന്. ഞാനോ? ഇതിന്റെ വിലയോ? അതേന്ന് ലാപ്ടോപ്പിന്റെ വില. എന്റെ കയ്യിൽ പണമൊന്നുമില്ല. എങ്കി പിന്നെ സിനിമ കാണാൻ നോ ഐഡിയ. ഇതിപ്പോ ആലോചിക്കൊന്നുമില്ല. നീ പണം ഒരുമിച്ച് തരണ്ട, 2 തവണയിട്ട് തന്നാ മതി. 2 തവണ എന്ന് പറയരുത്, കുറേശ്ശെയായി തന്നു തീർക്കാം. കുറേശ്ശെ കുറേശ്ശെ ഇതുകൊണ്ട് പോയിക്കോ. സന്തോഷം. അല്ല ഇതിപ്പോ ഓണക്കാനൊക്കെ വില നിശ്ചയണ്ട. പിന്നെന്താ, അതൊക്കെ എനിക്കറിയാം. മറക്കണ്ടേട്ടാ പണം തരണ കാര്യം. ആദ്യം കിട്ടുന്ന അതൊക്കെ ഞാൻ തരാം, പക്ഷെ അല്പം താമസിക്കും. നാളെ പറ്റത്തില്ല, 2 ദിവസം കഴിഞ്ഞിട്ട്. എന്താ ചെയ്യ, അല്പം താമസിച്ചാലെന്താ, വെറുതെ കിട്ടിയതല്ലേ. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് വട്ടച്ചെലവിനുള്ള കാശ് റെഡിയായി. ഞാൻ ഇന്നലെ ഒരു സൂപ്പർ ഫിലിം കണ്ടു. അല്ല, പപ്പീസല്ലേ പറഞ്ഞത് വീട്ടിലെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്തെന്ന്? അത് പിന്നെ ചെയ്തു, പക്ഷെ ഇപ്പൊ റെഡിയായി. അപ്പൊ അമ്മ റെഡിയാക്കി തന്നു. തന്നു. ഞാൻ മര്യാദക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോ കംപ്ലീറ്റ് റെഡി. പപ്പീസിന്റെ മമ്മി നല്ല മമ്മിയാ. എന്റെ വീട്ടിലെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്തിട്ട് ഇതുവരെ റെഡിയാക്കിയിട്ടില്ല. ഞാൻ അമ്മയോട് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ അമ്മ റെഡിയാക്കി തന്നു. വെരി ഗുഡ്. പപ്പീസിന് എന്ത് സുഖം, എന്ത് പറഞ്ഞാലും അമ്മ സമ്മതിച്ചു കൊടുക്കും. യുവർ മോം ഈസ് സ്വീറ്റ് മോം. പക്ഷേ അച്ഛനമ്മമാർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പക്ഷേ എനിക്ക് സിനിമ കണ്ട് പഠിക്കാനുള്ള കഴിവുണ്ടല്ലോ, അത് മമ്മിക്ക് അറിയാം. അത് കള്ളം. മനസ്സിരുത്തി പഠിച്ചാലേ മനസ്സിലാവൂ. എന്നിട്ട് പോലും ചിലത് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാകും, എനിക്ക് അതിനുള്ള കഴിവൊക്കെയുണ്ട്. തർക്കമൊക്കെ ഇനി നാളെ. ദേ ഞാൻ എന്റെ വീടെത്തി. പോയിക്കോട്ടെ. എന്നാ പിന്നെ കാണാം. ഓക്കെ ബൈ. Well, what do you know? He made it. We better not let him get away. You first, termite wrangler. Leaving our financial futures up to a bunch of lazy loafer insects. അത് സൂപ്പറായി. All right, കലക്കി let's get these doggies moving. എന്താ ഗ്രാഫിക്സ്. I mean the cattle top, the cattle. Stampede! 2 ദിവസം അവധി കിട്ടിയതാ. നേരം കളയാനിപ്പോ എന്താ ചെയ്യാ? മഴ പെയ്ത് ഗ്രൗണ്ട് ആകെ ചെളിവിളിയായി. ഇനി ഇപ്പൊ സമയം കളയാൻ ഏറ്റവും നല്ലത് ടിവിയാ. അതിപ്പോ കട്ട് ചെയ്തിരിക്കല്ലേ. വലിയ അവധിക്ക് കണക്ഷൻ എടുക്കൂ. ഞാൻ ഇടയ്ക്ക് ആ കോരിച്ചേട്ടന്റെ ലാപ്പില് സിനിമ കാണുന്നതായിരുന്നു. എങ്കിൽ നമുക്ക് കോരിച്ചേട്ടന്റെ അടുത്ത് പോയാലോ? പക്ഷേ കോരിച്ചേട്ടന്റെ ലാപ്പ് കഴിഞ്ഞ ദിവസം ആരോ അടിച്ചു മാറ്റിയെന്ന്. അതേന്ന്, ചേട്ടന്റെ വീട്ടിൽ നിന്നും ആരോ അടിച്ചു മാറ്റി. നല്ല വിലയുള്ള ലാപ്ടോപ്പ് ആയിരുന്നു. അല്ല, എങ്കിൽ നമുക്ക് പപ്പീസിന്റെ വീട്ടിൽ പോയാലോ? നേരാ, അവിടെയാണെങ്കിൽ ടിവി ഉണ്ട്. അത് നേരാ, ബെസ്റ്റ് ഐഡിയ. നമുക്ക് കുറച്ചു നേരം പപ്പീസിന്റെ വീട്ടിലിരുന്ന് ടിവി കാണാം. പപ്പീസ് അവിടെ ഉണ്ടാകുമോ എന്തോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അയ്യോ, ഇപ്പഴാ ഓർത്തെ, എനിക്ക് അമ്മൂമ്മനെ കൊണ്ട് വൈദ്യശാലയിൽ പോണം. നിങ്ങൾ ചെല്ല്, ഞാൻ പോവാ. എന്നാ മോട്ട് ചെല്ലേ, ഞങ്ങള് പോവാ. ഈ പപ്പീസ് എന്ത് പണിയാണോ ഒപ്പിച്ചത്? എന്തോ വലിയ പ്രശ്നമാ, അല്ലാതെ പപ്പീസിന്റെ അമ്മ വിളിക്കത്തില്ല. അല്ല, കപിലും വീലിയും എങ്ങോട്ടാ? അത് പിന്നെ സാർ, ഞങ്ങള് ഇങ്ങനെ പിന്നെ വെറുതെ ഇങ്ങനെ. എന്താ ഒരു പരിങ്ങിക്കളി? അതായത് 2 ദിവസം അവധിയല്ലേ, അതുകൊണ്ട് ടിവി കാണാൻ പപ്പീസിന്റെ വീട് വരെ ഒന്ന് പോകാന്ന് കരുതി. പപ്പീസിന്റെ വീട് വരെ? അതെ സാർ,
അവന്റെ വീട്ടിൽ ടി വി ഉണ്ടെന്നാ അവൻ പറഞ്ഞത്. ഓഹോ, മക്കളെ അവിടെ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. പപ്പീസിന്റെ അമ്മ എന്നോട് വീട് വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അതെയോ? ആ, നിങ്ങൾ അങ്ങോട്ടല്ലേ? വാ, നമുക്ക് പോകാം. അയ്യോ, എന്നാ പിന്നെ ഞങ്ങള് വരുന്നില്ല. അതെന്താ നിങ്ങൾ വരാത്തത്? എന്താ പ്രശ്നമെന്നറിയാമല്ലോ. വരൂ. ഞാനില്ല. എന്തേലും പ്രശ്നം ഉണ്ടായ എന്റെ വീട്ടിൽ അറിയും. പപ്പീസിന്റെ പപ്പ എന്റെ പപ്പയുടെ ഫ്രണ്ടാ. എന്നാ കപിൽ വാ, നമുക്ക് പോകാം. വരൂ. ചെല്ല് ചെല്ല്. ഞാൻ വരണു. രക്ഷപ്പെട്ടു. ആഹാ, നീ പഠിക്കുകയാണെന്നും പറഞ്ഞ് മുറിക്കകത്ത് കയറി വാതിലടച്ച് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ഏ? സത്യം പറ, ഈ ലാപ്ടോപ്പ് എവിടുന്ന് കിട്ടി? അത് പിന്നെ പറയടാ. ഉം, ഹ, എന്തായാലും വമ്പൻ സാറ് വരട്ടെ, ബാക്കി അപ്പ പറയാം. ഹലോ. ആ, വരണം സാറേ. ആ, എന്താ പപ്പീസെ ഒരു വിഷമം? ഉം. ആ, എന്താ പപ്പീസിന്റെ അമ്മേ, എന്താ പ്രശ്നം? ഇത് കണ്ടോ സാറേ, ഇവന്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ്. ആ, ഇത് എവിടുന്നാണെന്ന് ചോദിച്ചിട്ട് പപ്പീസ് മിണ്ടുന്നില്ല. ഓ, എന്താ പപ്പീസ്? എന്റെ സാറേ, പഠിക്കാനാണെന്നും പറഞ്ഞ് കഥ കടച്ച് അകത്തും കയറും. ഞാൻ കരുതും പഠിക്കുകയാണെന്ന്. പക്ഷേ പപ്പീസ് ഈ ലാപ്ടോപ്പില് സിനിമ കാണുകയാണെന്ന് കഴിഞ്ഞ ദിവസാ ഞാൻ അറിഞ്ഞത്. പപ്പീസെ സത്യം പറ, ഇത് എവിടുന്ന് കിട്ടി? ആ, ഇത് ചിലപ്പോ ആ കോരുചേട്ടന്റെ ആയിരിക്കും. കോരുചേട്ടന്റെയോ? ഏ? അത് കപിലിന് എങ്ങനെ അറിയാം? അത് പിന്നെ സാറേ, കോരുചേട്ടന്റെ ലാപ്ടോപ്പ് കളവ് പോയി എന്ന് ഇങ്ങനെ പറയണത് കേട്ടു. പപ്പീസേ, നീ മോഷ്ടിച്ചതാണോ ഈ ലാപ്ടോപ്പ്? ആ, ശോഭിക്കാതെ ഞാൻ ചോദിക്കാം. പപ്പീസ് സത്യം പറ, ഈ ലാപ്ടോപ്പ് മോഷ്ടിച്ചതാണോ? എന്റെ ദൈവമേ, അല്ല സാറേ, ഞാൻ പൊട്ടിച്ചതല്ല. പിന്നെ എവിടുന്ന് കിട്ടി? പറയൂ. ഞാനിത് വാങ്ങിയതാ. ആരോടാ വാങ്ങിയത്? ഞാൻ ഗംഭീരേട്ടനോട് വാങ്ങിയതാ. ഓഹോ, അപ്പോ സംഗതിയുടെ കിടപ്പങ്ങനെയാണല്ലേ? എന്താ സാറേ? കോരുചേട്ടന്റെ ലാപ്പ് ഗംഭീർ മോഷ്ടിച്ച് ഇവന് വിറ്റതാകാനാ വഴി. ഓ, എന്റെ ദൈവമേ. മോനെ പപ്പീസ്, എന്തൊക്കെയാ ഇത്? അമ്മയെ പറ്റിച്ച് പഠിക്കുകയാണെന്ന് പറഞ്ഞ് ലാപ്ടോപ്പിൽ സിനിമ കാണുക. കഷ്ടമുണ്ട് പപ്പീസേ. കരയാതെ. പപ്പീസ് ചെയ്ത തെറ്റ് പപ്പീസിന് മനസ്സിലായോ? മനസ്സിലായി സാറേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ പഠിച്ച് നല്ല നിലയിലെത്താൻ വേണ്ടിയാണ് മാതാപിതാക്കൾ ചില കാര്യങ്ങളിൽ നിർബന്ധം പിടിക്കുന്നത്. അതെ അതെ. ആ സമയത്ത് നിങ്ങൾ അവരെ പറ്റിക്കുന്നത് തെറ്റല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ കർത്തവ്യം പഠിക്കുക എന്നതാണ്. ഇതിനിടയ്ക്ക് കളിക്കാനും ടി വി കാണാനും അല്പം സമയം മാറ്റിവെക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മുഴുവൻ സമയവും കളിയും ടി വി കാണലും ആവരുത്. ഇനിയിപ്പോ ഈ ലാപ്ടോപ്പ് എന്തു ചെയ്യും സാറേ? അത് ഞാൻ കോരുവിന് കൊണ്ട് കൊടുത്തോളാം. ഓ, അപ്പോ ഗംഭീറിന് ഞാൻ പണം കൊടുക്കണോ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇനി ഒരിക്കലും പപ്പീസ് മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത്. സുഭാഷിതങ്ങളിൽ പറയുന്നുണ്ട്, വിവേകമുള്ള മകൻ പിതാവിന്റെ ഉപദേശം കേൾക്കുന്നു, പരിഹാസകൻ ശാസനം അവഗണിക്കുന്നുവെന്ന്. കഴിഞ്ഞ സൺഡേ ക്ലാസ്സിൽ പഠിച്ചതും സുഭാഷിതത്തിലെ വചനമാ. ജ്ഞാനിയായ മകൻ പിതാവിന് ആനന്ദമണിയിക്കുന്നു, ഭോഷനായ മകനാകട്ടെ അമ്മയ്ക്ക് ദുഃഖവും. ഇല്ല, എന്റെ അമ്മയെ ഞാൻ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല. പഠിക്കേണ്ട സമയത്ത് ടിവിയും പാട്ടും ഞാൻ ഒഴിവാക്കും. വെരി ഗുഡ്. പഠിക്കേണ്ട സമയത്ത് മാത്രമല്ല, പ്രാർത്ഥിക്കേണ്ട സമയത്തും. ഓക്കേ? ഓക്കേ. അനുഭവങ്ങളുടെ ലോകത്തിൽ നിന്നും ഇനി നമ്മൾ സന്ദേശങ്ങളുടെ ലോകത്തിലേക്ക്. ദാ നമ്മെ കാത്ത് ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഓക്കെ ടിങ്കു, ഇന്ന് നീ വളരെ ദുഃഖത്തിലായിരുന്നല്ലോ രാവിലെ. എന്താ എൻ്റെ കാരണം? ഞാൻ അങ്കിളിനോട് കൂട്ടില്ല. അതെന്താ അങ്ങളോട് കൂട്ടില്ലാത്ത? എനിക്ക് കൂട്ട് വേണ്ട. അതെന്താ പറ്റിയേ? എനിക്ക് കൂട്ട് വേണ്ട. എടാ, എന്താ കാരണം എന്ന് പറ. അങ്കിൾ എന്നെ വഴക്ക് പറഞ്ഞില്ലേ? അങ്കിള് വഴക്ക് പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. ആ, അതുകൊണ്ടാ. എന്താ കാരണം നീ കൂട്ടുകാരുടെ അടുത്തെന്ന് പറഞ്ഞാലോ? വേണ്ട അങ്കിൾ. അയ്യോ,
അപ്പോൾ കൂട്ടുകാർ വിചാരിക്കത്തില്ലേ അങ്ങൾ വെറുതെ വഴക്ക് പറയുന്ന ഒരാളാണെന്ന്. ആ കാരണം കൂടി പറഞ്ഞേക്കാം. അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വീട്ടിൽ ഒരുപാട് ലഡു വാങ്ങി കൊണ്ടുവന്നു. ടിങ്കുവിൻ്റെ കൂടെ വേറെയും കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും കൂടിയാണ് ലഡു വാങ്ങി കൊണ്ടുവന്നത്. പക്ഷെ ടിങ്കു ഇത് കണ്ടു. ടിങ്കുനോട് പറഞ്ഞു, ടിങ്കു രാവിലെ എടുക്കണ്ട, വൈകിട്ട് അങ്ങൾ വരുമ്പം എല്ലാവർക്കും ഒരുപോലെ വീതിച്ച് തരാമെന്ന് പറഞ്ഞു. ടിങ്കു അപ്പം എന്താ പറഞ്ഞത്? ശരി ശരി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വൈകിട്ട് അങ്കിൾ വന്നു. എല്ലാവരും വന്ന് ഗുഡ് ഈവനിങ് അങ്കിൾ എല്ലാവരും പറഞ്ഞു. പക്ഷെ ടിങ്കുവിന് മാത്രം കണ്ടില്ല. ടിങ്കു എവിടെയായിരുന്നു? ഓ, വാതിലിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുമായിരുന്നു. എന്താ ടിങ്കു അങ്ങനെ ഒളിച്ചിരിക്കാൻ കാരണം? അങ്കിളിനെ എന്തിനാ പേടിക്കുന്നേ? സാധാരണഗതിയിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ടിങ്കുവാണ് ഓടി വന്നിട്ട് ഗുഡ് ഈവനിങ് പറയുകയും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അന്ന് മാത്രം ടിങ്കു വന്നില്ല. അപ്പം അങ്കിളിന് മനസ്സിലായി, ടിങ്കു എനിക്കിഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താന്ന് ചെയ്തത്? എന്ത്? ലഡു തിന്നരുതെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് ചെയ്തു? ലഡു എടുത്ത് തിന്നു അല്ലേ? ഓക്കെ. പക്ഷെ അങ്കിള് വഴക്ക് പറഞ്ഞോളൂ, തല്ലിയൊന്നുമില്ല. തെറ്റ് ചെയ്താൽ അത് അങ്കിളിന് ഇഷ്ടമില്ലെങ്കിൽ അങ്കിള് വഴക്ക് പറയും. അത് അങ്കിളിന് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നും അല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നാം അനുസരിക്കണം. ഒരു സ്ഥലത്ത് കുട്ടൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു തത്തയെ വളർത്തിയിരുന്നു. അവൻ ആ തത്തയ്ക്ക് എന്നും പറഞ്ഞു കൊടുക്കും, കാട്ടിലെ തത്തയുമായിട്ട് കൂട്ടുകൂടരുത്, കൂട്ടുകൂടിയാൽ വേടൻ്റെ വലയിലാകും. തത്തയ്ക്ക് ഒരു പ്രത്യേകമായ കഴിവുണ്ട്. എന്താണെന്നറിയാമോ? എനിക്കറിയത്തില്ലേ? എന്താ? നമ്മൾ പറയുന്ന ചില വാക്കുകളൊക്കെ തത്ത അതുപോലെ തന്നെ ഏറ്റു പറയും അല്ലേ? അതുപോലെ ഈ കുട്ടന് എന്നും ഇത് പറഞ്ഞു കൊടുത്ത് തത്ത ഇത് പഠിച്ചു. എന്താ പഠിച്ചത്? കാട്ടിലെ തത്തയായി കൂട്ടുകൂടരുത്, കൂട്ടുകൂടിയാൽ വലയിലാകും. വെരി ഗുഡ്. അപ്പോൾ തത്തയെ അതുപോലെ പഠിച്ചു. ഒരു ദിവസം കുട്ടൻ വിചാരിച്ചു, തത്ത ഇതെല്ലാം പഠിച്ചല്ലോ, അതുകൊണ്ട് ഈ തത്തയെ ഇനി കൂട്ടിൽ നിന്ന് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ തത്തയെ കുട്ടൻ കൂട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. അന്ന് വൈകുന്നേരമായി. തത്ത തിരിച്ചു വന്നു. കുട്ടന് വളരെ സന്തോഷമായി. പിറ്റേ ദിവസം കുട്ടൻ എന്ത് ചെയ്ത് കാണും? തത്തയെ അറിഞ്ഞുകൊണ്ട് കാണും. പിറ്റേ ദിവസം തത്തയെ പറഞ്ഞു വിട്ടു. പക്ഷെ വൈകുന്നേരമായപ്പോൾ തത്തയെ കാണുന്നില്ല. കുട്ടൻ ആകെ വിഷമമായി. എന്ത് ചെയ്തു അങ്ങൾ? അവൻ്റെ അമ്മയോട് പോയി പറഞ്ഞു, അമ്മേ തത്തയെ കാണുന്നില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ആ വേടൻ്റെ അടുത്തൊന്ന് പോയി നോക്ക്, ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിലോ. അവൻ നേരെ വേടൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? എന്താ? കുട്ടൻ്റെ തത്ത ആ വേടൻ്റെ വലയിൽ കിടക്കുകയാണ്. വേഗം വേടൻ്റെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ തത്തയാണ്, ഇതിനെനിക്ക് തിരിച്ചു തരണം. അതിനെ കൊടുത്തു. വേടൻ പറഞ്ഞു, നിൻ്റേതാണോ? എന്നാൽ നീ പോയി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കുട്ടൻ വലയിൽ നിന്ന് ഈ തത്തയെ പിടിക്കാനായിട്ട് ചെന്നപ്പോൾ തത്ത പെട്ടെന്ന് പറയുകയാണ്, തത്തേ, കാട്ടിലെ തത്തയുമായിട്ട് കൂട്ടുകൂടരുത്, കൂട്ടുകൂടിയാൽ വേടൻ്റെ വലയിലാകും. എവിടെ കിടന്നുകൊണ്ടാണ് ഈ തത്ത പറയുന്നേ? വേടൻ്റെ വലയിൽ നിന്ന്. അവൻ പഠിച്ചു, പക്ഷേ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്കറിയാം. ദൈവവചനത്തിൽ നിന്ന് ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത്, നമ്മുടെ മാതാപിതാക്കന്മാർ പറഞ്ഞു തരുന്നത് എല്ലാം അറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കേട്ട അറിവുകൾ മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയം നേടുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ശരിയാണ്, എനിക്ക് സന്തോഷമായി. എനിക്ക് ഉണക്കമില്ലാട്ടോ. ഓക്കെ, ടാറ്റാ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കളിയാട്ടങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. കത്തുകൾ അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഒരു വാരം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.